ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ജൂൺ മാസം 13-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ മാസം 13-ാം തീയതി OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 13ഓളം റിലീസുകൾ, ജൂൺ മാസം 13-ാം തീയതി 13ഓളം റിലീസുകളാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഡിയർ ഉമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്, തമിഴ് മൂവിയാണ്. സന്താനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ദിലീപ് ദുക്കുടെ നാലാമത്തെ ഫ്രാഞ്ചൈസിയിലെ നാലാമത്തെ സിനിമയാണ്. അപ്പോൾ C5 ഈ സിനിമ തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ ഒരു തമിഴ് മൂവിയാണ്. തമിഴിലും തെലുങ്കിലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു 11 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, ആഹാ തമിഴ്, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ അടക്കം അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമ. അക്ഷയ് കുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു തെലുങ്കു സീരീസാണ്. ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട തെലുങ്കു സീരീസാണ്. റാണ നായിഡു എന്ന് പറഞ്ഞ സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. വെങ്കടേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ശുഭം എന്ന് പറയുന്ന സിനിമ. തെലുങ്ക് മൂവിയാണ്. സമന്ത നിർമ്മിച്ച ഒരു സിനിമയാണ് ശുഭം എന്ന് പറയുന്ന ഒരു സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ സിനിമയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് AS എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. സർപ്രൈസ് റിലീസായിരുന്നു. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് എക്കോ വാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV പ്ലസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മര്യാദ പ്രശ്ന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് നാലെ രാജ കൊലി മജ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അന്യഭാഷാ മൂവിയാണ് ദ പ്രോസിക്യൂട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചൈനീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മിനി സീരീസാണ് സൂപ്പർ ഗേൾസ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ജൂൺ മാസം 13-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. റോന്ത് പറഞ്ഞ സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി കൂടിയാണ് ഈ സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.